ഹലോ, എല്ലാവർക്കും ഗോൾഡൻ ജാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെയാണ് അക്രൈലിക് കളേഴ്സ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ പൗഡർ യൂസ് ചെയ്തിട്ടും മൈദ യൂസ് ചെയ്തിട്ടും ഒക്കെ അക്രൈലിക് കളേഴ്സ് ഉണ്ടാക്കുന്നത് കണ്ടു കാണും. എന്നാൽ ഇവിടെ അതൊന്നും വേണ്ട. അതുമാത്രമല്ല, കളറിന് വേണ്ടി മഞ്ഞപ്പൊടി, കുങ്കുമം, അതുപോലെ ഉജാല ഇതൊക്കെയാണ് എല്ലാവരും യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് മാത്രം യൂസ് ചെയ്യുമ്പോൾ 2-3 കളേഴ്സ് അല്ലേ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. പക്ഷേ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കളേഴ്സും നിങ്ങൾക്ക് വേണ്ട അത്രയും അക്രൈലിക് കളേഴ്സ് നിങ്ങൾക്ക് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അത് വെറും 2 കമ്പോണൻസ് മാത്രം മതി. സാധാരണയായി ഒരു പെയിൻറ്റിൽ 4 കമ്പോണൻസ് ആണ് ഉള്ളത്: പിഗ്മെൻറ്റ്, ബൈൻഡർ, ലിക്വിഡ്സ് ആൻഡ് അഡിറ്റീവ്സ്. അപ്പോൾ ഇതെല്ലാം എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ അക്രൈലിക് കളർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത 2 മെറ്റീരിയൽ, ഒന്ന് ഫാബ്രിക് ഗ്ലൂ, അതുപോലെ ഒന്ന് സ്കെച്ച് പെന്നാണ്. അപ്പോൾ ഇത് രണ്ടും എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളതാണ്, അധികം വിലയും ഇല്ല. ഈ സ്കെച്ച് പെന്നാണ് നമ്മൾ പിഗ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്കെച്ച് പെന്നിലുള്ള അത്രയും കളേഴ്സ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഫാബ്രിക് ഗ്ലൂവിന് പകരം നിങ്ങൾക്ക് ഫെവിക്കോൾ യൂസ് ചെയ്യാം. അതുമാത്രമല്ല, അതേപോലത്തെ ഏത് വൈറ്റ് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിന് കുറച്ചുകൂടി ഷൈനിങ് കൂടുതലാണ്. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ നമുക്ക് പെയിൻറ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ 4 അക്രൈലിക് കളേഴ്സാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 4 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ 4 ബോട്ടിലിൽ ഞാൻ ഓരോ സ്പൂൺ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബൈൻഡറും അഡിറ്റീവും ആയിട്ടാണ് നമ്മളിവിടെ ഫാബ്രിക് ഗ്ലൂ എടുക്കുന്നത്. ഈ ബൈൻഡർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ പെയിൻറ് നമ്മൾ ഏത് സർഫസിലാണോ കൊടുക്കുന്നത് അവിടെ നന്നായി ഒട്ടിയിരിക്കണ്ടേ. അതുപോലെ തന്നെ പെയിൻറ്റിൻ്റെ ഡ്യൂറബിലിറ്റി, സ്റ്റെയിൻ റെസിസ്റ്റൻസ്, അതുപോലെ അഡീഷൻ ഇതൊക്കെ ഈ ബൈൻഡറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഫാബ്രിക് ഗ്ലൂ നല്ലൊരു ബൈൻഡറായിട്ട് ആണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡിറ്റീവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫാബ്രിക് ഗ്ലൂ നല്ലൊരു അഡിറ്റീവും കൂടിയാണ്. ഇനി നമുക്ക് വേണ്ടത് ലിക്വിഡാണ്. അപ്പോൾ ലിക്വിഡിന് വേണ്ടി ഞാനിവിടെ വെള്ളം തന്നെയാണ് എടുക്കുന്നത്. ഈ വെള്ളം നമ്മുടെ ബൈൻഡറും പിഗ്മെൻറ്റും തമ്മിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ സാധാരണയായി ഒരു പെയിൻറ്റിൻ്റെ വോളിയത്തിൻ്റെ 25-50% ആണ് ലിക്വിഡ് വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ 1 സ്പൂൺ വെള്ളം എടുത്തപ്പോൾ ഇനി മാക്സിമം ഇതിൽ 1 സ്പൂണേ വെള്ളം വരാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ആദ്യം ഒരു 1/2 സ്പൂൺ വെള്ളം ഇതിൽ ഒഴിക്കാം. വെള്ളം ഒട്ടും കൂടരുത്. അങ്ങനെ കൂടിയാൽ അത് നമ്മുടെ പെയിൻറ്റിൻ്റെ കൺസിസ്റ്റൻസിയെ ബാധിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തിക്നെസ് കിട്ടില്ല പെയിൻറ്റിന്. ഇനി നമ്മൾ സ്കെച്ച് പെൻ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന കളേഴ്സ് നമുക്ക് എടുക്കണ്ടേ. അതിനുവേണ്ടി നമ്മൾ ഈ സ്കെച്ചിന് അകത്തുള്ള കാറ്റഡ്സ് റിമൂവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ ഓരോ ഡ്രോപ്പായിട്ട് വെള്ളം ഒറ്റിച്ചു കൊടുക്കും മുകളിലേക്ക്. അങ്ങനെ ഒറ്റിക്കുമ്പോൾ നമ്മുടെ ഈ പിഗ്മെൻറ്റ് താഴേക്ക് ഇറങ്ങി വരുന്നത് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 1 സ്പൂൺ ഗ്ലൂ എടുത്തപ്പോൾ 1/2 സ്പൂൺ വെള്ളം എടുത്താൽ മതിയെന്ന്. അതെന്തിനാന്ന് വെച്ചാൽ ഈ പിഗ്മെൻറ്റിലൂടെ കുറച്ചുകൂടി വെള്ളം നമ്മുടെ പെയിൻറ്റിലേക്ക് വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 1:1 റേഷ്യോയ്ക്ക് വേണ്ടി 1 സ്പൂൺ വെള്ളം എടുത്താൽ നമ്മുടെ പെയിൻറ്റിൻ്റെ കൺസിസ്റ്റൻസി മാറും. വെള്ളം അധികമായാൽ ആ തിക്നെസ് കിട്ടില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ പിഗ്മെൻ്റാണ് നമ്മുടെ പെയിൻറ്റിൻ്റെ കളറ് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതായത് ലൈറ്റ് കളർ വേണോ ഡാർക്ക് കളർ വേണോ അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾ ഈ പിഗ്മെൻറ്റ് ഇതിലേക്ക് ഒറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് ലൈറ്റ് കളറാണ് വേണ്ടത് നിങ്ങൾ വളരെ കുറച്ച് ഡ്രോപ്സ് കളർ ഒറ്റിച്ചാൽ മതി. ഡാർക്ക് കളർ വേണമെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ 1-2 കാറ്റഡ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നന്നായി ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കളർ കിട്ടി. അപ്പോൾ എനിക്കൊരു ലൈറ്റ് പിങ്ക് കളറാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഫുൾ ഡ്രോപ്സ് പിഗ്മെൻറ്റ് ഇതിൽ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ പെയിൻറ്റ് റെഡിയായി. ഇതുപോലെ നമ്മൾ ബ്ലാക്ക് കളറും അതുപോലെ ഗ്രീനും യെല്ലോയും ഒക്കെ ചെയ്തെടുക്കുകയാണ്. സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഓരോ ഡ്രോപ്സായി വെള്ളം കാറ്റഡ്സിൽ ഒറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് പിഗ്മെൻറ്റ് എടുക്കുക, നന്നായി ഷെയ്ക്ക് ചെയ്യണം. നമ്മുടെ ഫാബ്രിക് ഗ്ലൂ നമ്മുടെ ബോട്ടിലിൽ അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള മെറ്റീരിയൽ വെച്ച് നന്നായി അതിനെ എടുക്കണം. അപ്പോൾ നമ്മുടെ പെയിൻ്റ് എല്ലാം റെഡിയായി. ഇനി അത് നല്ലതാണോ എന്ന് നോക്കണ്ടേ. അതിനുവേണ്ടി ഞാനിങ്ങനെ ഒരു ബോട്ടിലെടുത്ത് ഇതിലിങ്ങനെ ഒരു കോട്ട് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ എനിക്കിത് ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി ഞാൻ ഒരു കോട്ടും കൂടി ഇതിൽ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഒരു ആഷ് കളറൊക്കെ ആയിട്ടാണ് ഈ ബ്ലാക്ക് കളർ പെയിൻറ് ഇരിക്കുന്നത് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ. പക്ഷേ ഇത് ഉണങ്ങി കഴിയുമ്പോൾ നല്ല ബ്ലാക്ക് കളറായിട്ട് വരും. നമ്മുടെ ഫാബ്രിക് ഗ്ലൂ ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ നമ്മുടെ ആ കളറ് കുറച്ചുകൂടിയും എടുത്ത് കാണിക്കും. നല്ല ഷൈനിങ് ഉണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അക്രൈലിക് കളേഴ്സിൻ്റെ അതേ ക്വാളിറ്റി, അതിനെക്കാട്ടിലും നല്ല കുറച്ചുകൂടി ബ്രൈറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ബാക്കിയുള്ള കളേഴ്സും കൂടി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിത് ഈ ബോട്ടിലിൽ പിസ്ത ഷെല്ലൊക്കെ ഒട്ടിച്ച് എല്ലാ കളറും കൊടുക്കുകയാണ്. അപ്പോൾ ഈ കളേഴ്സ് എല്ലാം കുറച്ച് ലൈറ്റ് കളറായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന കളറ് കിട്ടുന്നുണ്ട്. നമ്മൾ സ്കെച്ചിൻ്റെ കളർ എന്താണോ അല്ലെങ്കിൽ നമ്മൾ ഏത് കളറാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച് കറക്റ്റായിട്ട് അതുപോലെ വരുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയ പെയിൻറ്റിൻ്റെ തിക്നെസ്സിനനുസരിച്ച് നിങ്ങൾക്ക് 2-3 കോട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കോട്ടാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇത് ഉണങ്ങി കഴിയുമ്പോൾ നല്ല ബ്രൈറ്റ് കളറായി വരും. അതുപോലെ നല്ല ഷൈനിങ്ങും ഉണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്താലുള്ള ഗുണം. ഇപ്പോൾ ഇതിൻ്റെ ബോട്ടിലിൻ്റെ ബാക്കിൽ ഞാൻ നമ്മുടെ സാധാരണത്തെ അക്രൈലിക് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പെയിൻറ്റിന് കുറച്ചുകൂടി ഷൈനിങ് കൂടുതലാണ്. മാത്രമല്ല ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. സാധാരണ അക്രൈലിക് കളർ പോലെ തന്നെയാണ്, അതേ ക്വാളിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.